ഞങ്ങൾക്ക് ഗവൺമെന്റിനോടും അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന BJPയോടും ബജ്രംഗ് ദളിനോടും ഒക്കെ ഓർപ്പിക്കാനായിട്ടുള്ളത്, ഈ ഓലപ്പാമ്പ് കൊണ്ടൊന്നും ഞങ്ങള് പേടിക്കില്ല. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അത് ആതുര ശുശ്രൂഷയാണെങ്കിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, അതോടൊപ്പം സമത്വ ഭാവനയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് എങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ച് ഞങ്ങൾ ഓരോരുത്തരും നിൽക്കും. ഞങ്ങൾ എന്തെല്ലാം ത്യാഗം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ ഇന്ന് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സേവനം ചെയ്യുക. വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു ഉയർച്ചയിലേക്ക് എത്തുവാൻ ആതുര സേവനത്തിലൂടെ ആളുകളെ ശുശ്രൂഷിക്കുവാൻ, നല്ലൊരു സംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ, അതോടൊപ്പം തന്നെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് കരുതലും താങ്ങുമായി കൂടെയുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് എല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ വൈദികര് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തുമായിരിക്കുക. ഇന്ന് ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഏതെങ്കിലും തരത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കത്തോലിക്ക മിഷണറിമാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാര് നമ്മുടെ കേരളത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന്. ഇതുപോലെ തന്നെ കരുത്തുറ്റ നല്ല നേതൃത്വം സഭയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗത്ത് അവര് മാന്യമായി ജീവിക്കുകയും മറ്റുള്ളവരെ മാന്യമായി ജീവിക്കുവാനായിട്ട് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ്. നല്ല വിദ്യാഭ്യാസം നൽകുന്നു, അതോടൊപ്പം തന്നെ നല്ല ശുശ്രൂഷ നൽകുന്നു. എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ സ്വന്തം മാതാപിതാക്കൾ എന്ന നിലയിലും മക്കൾ എന്ന നിലയിലും കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുകയാണ്. നമുക്കറിയാം, കൽക്കത്തയിലെ തെരുവീഥികളില് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ സ്വന്തം മക്കൾ എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനും മരണമടയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് നല്ല ഒരു മരണം ലഭിക്കുവാനും വേണ്ടി അവര് സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ ഒരുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഈ ദിവസങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഭയപ്പാടില്ല. കാരണം കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ ഭയപ്പെടേണ്ടെന്നാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും വിശ്വാസത്തിലും അതോടൊപ്പം തന്നെ മിഷണറി പ്രവർത്തനത്തിലും പ്രാപ്തരാക്കുന്നത് ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ യേശു പഠിപ്പിച്ച ഈ കാര്യം ഒന്നുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു കാര്യം ഗവൺമെന്റിനോടും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ നടത്തുന്ന വ്യക്തികളോടും അതോടൊപ്പം തന്നെ സംഘടനകളോടും ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, രക്തസാക്ഷികളുടെ ചുടുദിനത്താൽ പണിതുയർത്തപ്പെട്ടതാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ശക്തിക്കും ഞങ്ങളെ അന്യായമായി കീഴ്പ്പെടുത്തുവാനോ പീഡിപ്പിക്കുവാനോ കഴിയില്ല. പീഡനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് സിസ്റ്റേഴ്സും വൈദികരും അൽമായരും ഒക്കെ അവരുടെ ആതുര ശുശ്രൂഷ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുക. ഞങ്ങൾക്ക് ഗവൺമെന്റിനോടും അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന BJPയോടും ബജ്രംഗ് ദളിനോടും ഒക്കെ ഓർപ്പിക്കാനായിട്ടുള്ളത്, ഈ ഓലപ്പാമ്പ് കൊണ്ടൊന്നും ഞങ്ങള് പേടിക്കില്ല. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അത് ആതുര ശുശ്രൂഷയാണെങ്കിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, അതോടൊപ്പം സമത്വ ഭാവനയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് എങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ച് ഞങ്ങൾ ഓരോരുത്തരും നിൽക്കും. ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണുള്ളത്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന, ജയിലിലിട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 സഹോദരിമാരെ എത്രയും പെട്ടെന്ന് അവരെ സ്വതന്ത്രരാക്കണം. അതോടൊപ്പം തന്നെ വിശ്വാസപരമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ
അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുവാൻ അവർക്ക് അവസരം കൊടുക്കണം. കാരണം ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന വലിയൊരു അവകാശമാണ് മതം പഠിക്കുക, പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, സെക്യുലറിസം എന്ന ഒരു വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് പലരും പരിശ്രമിക്കുന്നുണ്ട്. ജനാധിപത്യ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഞങ്ങളൊക്കെ, അതല്ലെങ്കിൽ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യര് ഈ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. എല്ലാ ഗവൺമെന്റും, അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഓർക്കുക. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, രക്തം ചിന്താൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും അത് രക്തം ചിന്തി ജീവൻ സമർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്.